വയനാട് സുൽത്താൻ ബത്തേരിയിൽ കണ്ട പുലിക്കായി തെരച്ചിൽ തുടരുന്നു. മതിലിൽ നിന്ന് സമീപത്തെ പറമ്പിലേക്ക് പുലി ചാടുന്ന ദൃശ്യം ലഭ്യമായിട്ടുണ്ട്. അതേസമയം മുള്ളൻകൊല്ലി കബനിഗിരിയിൽ പുലി വീണ്ടും ആടിനെ കൊന്നു. വനംവകുപ്പ് കൂടും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചതിനോട് ചേർന്ന സ്ഥലത്തിനടുത്താണ് വീണ്ടും പുലിയുടെ ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി വയനാട് നിന്നും അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഷാൽമ, വയനാട്ടിൽ പുലി സാന്നിധ്യം നിത്യസംഭവമാകുകയാണ്. സാന്നിധ്യം മാത്രമല്ല, മൃഗങ്ങളെ ആക്രമിക്കുന്നതും പതിവാകുകയാണ്. പുൽപ്പള്ളി, മുല്ലംകൊല്ലി, കബനിഗിരി, പനച്ചിമറ്റത്തിൽ ജോയിയുടെ മൂന്നാമത്തെ ആടിനെയാണ് പുലി ഇന്നലെ കൊന്നിരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ ജോയിയുടെ 2 ആടുകളെയും കൊന്നിരുന്നു. ഇതോടെ 3 ആടുകളെയാണ് പുലി കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പിടികൂടുന്നത്. എന്തായാലും പ്രദേശത്ത് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് CCTV ഉൾപ്പെടെ വെച്ചിരുന്നു. ഇതിന് സമീപത്താണ് ഇന്നലെ രാത്രിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാരണം ജനവാസ മേഖലയിൽ നിത്യവും പുലി ഇറങ്ങിയിട്ടും അതിനെ പിടികൂടാത്തതിന്റെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. ഏകദേശം 3.5 വയസ്സ് പ്രായമുള്ള ആടിനെയാണ് ഇപ്പോൾ ഇന്നലെ പുലി പിടിച്ചത്. എന്തായാലും ഇവിടെ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള ബത്തേരിയിലാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ബത്തേരിയിൽ ജനവാസ മേഖലയായ സെന്റ് ജോസഫ് സ്കൂളിന് സമീപത്താണ് ഇന്ന് രാത്രി 12:00 ഇതുവഴി പോകുന്ന ആളുകൾ പുലിയെ കണ്ടത്. പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു. ഇവിടെയും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ പുലിയുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഈ പ്രദേശത്ത് നിന്ന് രാവിലെ നാട്ടുകാരുടെയും വനംവകുപ്പിന്റെയും ആവാസി സംഘത്തിന്റെയും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ജനവാസ മേഖലയിൽ നിത്യവും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടും അതിന് പിടികൂടാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം മാനന്തവാടി മണിയൻകുന്നിൽ കടുവയും കണ്ടെത്തിയിരുന്നു. ഇതോടെ ജനവാസ മേഖല വയനാട്ടിലെ വിവിധ മേഖലകളിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം നിത്യസംഭവമായി മാറുകയാണ്. ശാലിനി.